വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സത്യൻ മൊകേരിയെ പ്രിയങ്ക ഗാന്ധി പരാജയപ്പെടുത്തിയത് 4,10,931 വോട്ടുകൾക്കാണ്. വാസ്തവത്തിൽ മൊകേരി ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. അദ്ദേഹം 2014 MI ഷാനവാസിൻ്റെ ഭൂരിപക്ഷം 1.5 ലക്ഷത്തിൽ നിന്നും കേവലം 20,000-ലേക്ക് ആക്കിയെടുത്തത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ വയനാട്ടിൽ LDFന് വേരോട്ടമൊന്നും തന്നെയില്ല. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം നിയോജക മണ്ഡലത്തിൽ 1987 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. പിന്നെ അങ്ങോട്ട് 91-ലും 96-ലും വിജയിച്ചു. അങ്ങനെ 14 കൊല്ലത്തോളം അദ്ദേഹം MLA ആയിട്ടുള്ള വ്യക്തിയാണ്. 71 വയസ്സുകാരനായ മൊകേരി കൃത്യമായി തന്നെ പറയുന്നു, CPI ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ഒന്നുകിൽ CPI കോൺഗ്രസുമായി സഹകരിച്ച് UDFൻ്റെ ഭാഗമാവുക, അതല്ലെങ്കിൽ UDFയിലേക്ക് പോകാൻ CPIയിലെ പല നേതാക്കളും താല്പര്യപ്പെടും. കാരണം CPIയിലെ പല ആളുകളും CPMനോട് അടിയറവ് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. CPMൻ്റെ നയമല്ല CPIയുടെ നയമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് മൊകേരി. വയനാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഹസ്തദാനം കൊടുക്കുകയും പ്രിയങ്ക ഗാന്ധിയോട് ഇവിടുത്തെ വിഷയങ്ങളെ പറ്റി കൃത്യമായി പറയുമ്പോഴും പ്രിയങ്ക പറഞ്ഞ ഒരു കാര്യമുണ്ട്. മൊകേരിയെ പോലെ മികച്ച ഒരു നേതാവ് വയനാടിൽ CPIക്ക് വേണ്ടി മത്സരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മതേതര പ്രസ്ഥാനത്തിനോടൊപ്പമാണ്, ഇന്ത്യ മുന്നണിയോടൊപ്പമാണ്. അതുതന്നെയാണ് മൊകേരി കൃത്യമായി പറഞ്ഞ ഒരു വാക്ക്. അതുകൊണ്ട് തന്നെയാണ് മൊകേരി കോൺഗ്രസിലേക്ക് എത്തണം എന്ന ആഗ്രഹം പ്രിയങ്ക ഗാന്ധി പ്രകടിപ്പിച്ചതും. ഇപ്പോഴിതാ മൊകേരിയും അതുപോലെ തന്നെ നിരവധിയായ CPI നേതാക്കൾ, അതിനകത്ത് KE ഇസ്മായിൽ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ പട്ടാമ്പി MLA ആയിട്ടുള്ള മുഹമ്മദ് മുഹസിൻ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകും എന്ന സൂചന നൽകിക്കൊണ്ടുള്ള നിർണായകമായ നീക്കം നടത്താൻ ഒരുങ്ങിയതാണ്. നിരവധി നേതാക്കൾ CPI പാളയത്തിൽ നിന്നും വിട്ടുപോകാൻ കൃത്യമായി കാരണങ്ങൾ ഉണ്ട് എന്നതിന് പറയേണ്ടി വരും. മുൻ റവന്യൂ മന്ത്രിയായിരുന്ന KP രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് CPIയിൽ നിന്നാൽ ഇനി വലിയ തോതിൽ CPMൻ്റെ ആട്ടും തുപ്പും സഹിക്കേണ്ടി വരും, സ്വതസിദ്ധമായ പ്രവർത്തനം നടത്താനും കഴിയില്ല. തീവ്ര വലതുപക്ഷമായ BJPയുമായി കൂട്ടുകൂടെയാണ് പിണറായി വിജയൻ വാസ്തവത്തിൽ ചെയ്യുന്നത്. അതുവഴി ശരിക്കും സഹാക്കളുടെ മൊറൈൽ ബൂസ്റ്റിനെ നഷ്ടപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ ഒരു അടിയറവ്, അടിമത്തം പോലെ അതിന് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ചെയ്യുന്നത്. മഹാകവി കുമാരനാശാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം. അതുപോലെ തന്നെ പാരതന്ത്ര്യം എന്ന് പറയുന്നത് അത് മൃതിയേക്കാൾ ഭയാനകമാണെന്ന് പറഞ്ഞതാണ് കുമാരനാശാൻ. വിപ്ലവ കവിയാണ്, ഒന്ന് ആലോചിക്കണം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇവിടെ കടമെടുത്തുകൊണ്ടാണ് CPIയിൽ നേതാക്കൾ പറയുന്നത് പാരതന്ത്ര്യമാണ് ഇപ്പോൾ CPIക്കുള്ളത്, സ്വാതന്ത്ര്യമല്ല. സ്വതന്ത്രരായി പ്രവർത്തിക്കാൻ, ഇടതുപക്ഷ ചിന്താഗതിയുമായി മുന്നോട്ട് പോകാൻ CPM സമ്മതിക്കുന്നില്ല. അത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നതിന് തുല്യമാണ്. കോൺഗ്രസിലേക്ക് പോയാലേ ആ അന്തസത്ത ഉയർത്തിപ്പിടിക്കാൻ കഴിയൂ എന്ന് നേതാക്കൾ കൂട്ടമായി തീരുമാനമെടുക്കുന്നു.